പണിക്കോയിട്ടുള്ളൂ. ആ ഉമ്മ ഞാൻ ഇവിടെ എത്തിയിരുന്നു, അപ്പോഴല്ലേ നിങ്ങളെ വിളിച്ചത്. അല്ല ഒറ്റക്കല്ലോ എന്റെ വന്നിട്ടില്ല. എനിക്കപ്പ വരും, ഇപ്പൊ ഒരാളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വൈകുന്നേരം വരേക്കാരല്ലേ? എന്നാ കേറി വാ, നമുക്ക് കുറച്ചു നേരം ഇതിന് വർത്താനം പറയാം. ഉണ്ടാവുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റൂല. കേറി വാ. അല്ല ഉമ്മ, നാത്തൂനെവിടെ? എത്ര ദിവസമായി പോയിട്ട്? ഞാൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ച്, കൊറേ ആയില്ലേ കണ്ടിട്ട്. അപ്പൊ ഒന്ന് കാണും വിചാരിച്ചാണ് പോകുന്നതാണ്. ഓള് പോയിട്ട് കുറച്ച് ദിവസമായിക്കണം. അല്ല ഇജ്ജിപ്പൊ എന്നെ കാണാനാണോ ഓളെ കാണാനാണോ അങ്ങോട്ട് വന്നത്? എനിക്ക് എന്താ ഓളെ കാണാനിട്ട് ഉറക്കം നിന്നില്ലേക്കാം. ഈ പെറ്റ തള്ളനെ കാണാൻ എനിക്ക് പൂതിയില്ലേ? അല്ലെങ്കിൽ എനിക്ക് ഓളെന്തേ കൈവശം തന്നിട്ടുണ്ടാവും. എന്റെ പൊന്നുമ്മ, ഞാൻ അതുകൊണ്ടൊന്നല്ല, ഈ വീട്ടിലുള്ള ഒരാളല്ലേ, അപ്പൊ ഞാൻ ഓളെന്തായാലും ചോദിക്കൂല ഇവിടെ കാണാതാവുമ്പോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പിന്നെ നിങ്ങളെ ഫോൺ ചെയ്തപ്പോ ഞാൻ ചോദിക്കാൻ, ഞാൻ ഏതായാലും ഇങ്ങോട്ട് വരികയല്ലേ, ഓളിവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാ. എന്റെ പൊന്നു മോളെ, അതൊന്നും പറയണ്ട. എൻ്റെ അമ്മാന്റെ കഥ. ആ പെണ്ണിനെ ഓള് എന്നും ഇടങ്ങാറാക്കലാണ്. ഞാൻ പറയും ഓളോട് കേൾക്കുമ്പോഴൊന്നും മിണ്ടാതെ നിന്ന് ആ പെണ്ണിനൊരു സുഖം കൊടുക്കുക. എന്നാലും ഓള് ഇങ്ങനെ അതിനെ ഇടങ്ങാറാക്കി കൊടുക്കും. അപ്പോൾ അത് കുറച്ച് ദിവസം അതിലോടൊക്കെ നിൽക്കാൻ പോയത്, എന്നാലും അതിന് സുഖം കൊടുക്കും. അതുമില്ല. ഈ നാട്ടുകാരോട് ഇപ്പച്ചി വന്നില്ല, എന്നോട് എല്ലാവരും അവളെ കുറ്റം പറയില്ല പണി. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോകില്ല. ഞാൻ പറഞ്ഞാലായിട്ട് ഇവിടെ അംഗീകരിച്ചില്ല. ഞാൻ എല്ലാം എൻ്റെ ഉള്ളിൽ വെക്കല. അപ്പം എന്നോട് പറയാം. അല്ലെങ്കിൽ ഇവിടെ ആരാപ്പുള്ളത്? നമ്മൾ 2-3 ആളുണ്ട്. ഉള്ള പണിയും കഴിഞ്ഞ് ഒരാശ്വാസത്തെ കുത്തിരുന്നാൽ പോലെ. എന്നാലും അതിനൊരു സുഖം കൊടുക്കൂല. അവള് വെറുതെ അതിന് നിൽക്കാനായിക്കൂല.